അവരുടെ എവിടെയൊക്കെ നക്കി കൊടുത്തിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പോയിക്കണമെന്ന് പറയുന്നത്. ഷാഫി പൊളിക്കാൻ പറയുമ്പോൾ പൊളിക്കണതും കുനിയാൻ പറയുമ്പോൾ കുനിയണതും കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കുന്നത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരുടെ വാർത്തകൾ എത്ര എടുത്താലും തീരുന്നില്ല എന്നുള്ളതാണ്. കാരണം സന്ദീപ് വാര്യർ ഇങ്ങനെ ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടവർ അതിശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നു. സന്ദീപ് വാര്യരുടെ ഭാഗത്ത് ശരിയുണ്ടാകാം, എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ ഭാഗത്തും ശരിയുണ്ടാകാം. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരെന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ BJPയുടെ തീപ്പൊരി യുവ നേതാവ്, നാളെ പ്രശാന്ത് ശിവൻ്റെ ഗതിയും ഇതാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഇപ്പോൾ പ്രശാന്ത് ശിവൻ നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുകയാണ്, സുഡാപ്പികളുടെ എവിടെയൊക്കെ നക്കി കൊടുത്തിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്. ഷാഫി പറയുമ്പോൾ കുനിഞ്ഞു നിൽക്കാനും ഇതിനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു രോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അതിൽ ചില വാക്കുകൾ അനാവശ്യമായി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രോക്ഷമാണ് പ്രകടിപ്പിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമുക്കൊന്നും പറയാനില്ല അല്ലേ സന്ദീപ് വാര്യർ? ഇപ്പോൾ സുധാകരൻ പറയുന്നു, എന്നെ BJPക്കാരനാക്കിയതിൻ്റെ മറുപടിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത്, അവർക്കുള്ള മറുപടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ BJPയെ പ്രതിരോധത്തിലാക്കിയെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. സന്ദീപ് പോയത് നന്നായി എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. എന്താണ്? അല്ല, കെ സുധാകരൻ BJPയിലേക്ക് പോകും, ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണ് എന്നൊക്കെ. അല്ല, കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം നാളെ BJPയിലേക്ക് പോകും, മറ്റന്നാൾ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകളുണ്ട് എന്നും, അത്തരം ആളുകൾ, അതായത് അങ്ങനെ പറഞ്ഞ കെ സുധാകരൻ്റെ കീഴിൽ തന്നെ സന്ദീപ് വാര്യരെ പോലൊരു നേതാവ് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളത് ഇവർക്കുള്ള മറുപടിയാണ് എന്നും പറഞ്ഞ് വലിയ ട്രോളുകൾ നടക്കുന്നുണ്ട്. അത് പറഞ്ഞത് വളരെ ശരിയാണ്. അത് അങ്ങനെ ഒരു അവസ്ഥ BJP ഉണ്ടായിക്കൊടുത്തതിൽ സന്ദീപ് വാര്യർക്ക് സന്തോഷിക്കാം, വളരെ അഭിമാനപൂർവ്വം സന്തോഷിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അനുഭവിച്ച ആത്മവേദനകൾ, വ്യഥകൾ ഒക്കെ പറഞ്ഞ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തരുത്, അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇനിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം കോൺഗ്രസിലേക്ക് CPMലേക്കോ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ഈ രാജ്യത്ത് എൻ്റെ ആശയം മാറിക്കൂടാ എന്നൊന്നും ഇവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഏതൊരു പാർട്ടിയിലേക്കും പോകാം. പക്ഷേ അതുവരെ പ്രവർത്തിച്ചിരുന്ന, അതുവരെ ചോറ് തന്നിരുന്ന, അതുവരെ വെള്ളം തന്നിരുന്ന ഒരാളെ മുഴുവനായും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ മിണ്ടാതിരിക്കാമായിരുന്നല്ലോ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ. എനിക്ക് ആ കാര്യത്തിൽ അറിഞ്ഞിരുന്ന ആൾ പെട്ടെന്ന് കൊച്ചിച്ചനാണ് എന്നറിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊച്ചാന്ന് വിളിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കാലങ്ങളെടുത്തേ കൊച്ചാന്ന് വിളിക്കുകയുള്ളൂ അല്ലേ? എടുത്തു ചാടി നമ്മൾ ആളിനെ നമുക്ക് ഇന്ന് രാവിലെ 10 മണി വരെ അച്ഛനായിരുന്ന ഒരാൾ 10:30 ആയപ്പോൾ കൊച്ചനാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൊച്ചനാണ്, അത് അച്ഛനല്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് സമയമെടുക്കും. ആ 10:35 കൊണ്ട് തന്നെ നമുക്ക് കൊച്ചാന്ന് വിളിക്കാൻ കഴിയില്ല. സന്ദീപ് വാര്യർ പക്ഷെ 10:34 ആയപ്പോഴേ വിളിച്ചു തുടങ്ങി കൊച്ചാന്ന്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അതായത് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോകുമ്പോൾ അദ്ദേഹത്തിന് ഇനി എന്തായാലും BJP അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ചാനൽ ചർച്ചകളിലേക്കൊക്കെ കോൺഗ്രസ് സന്ദീപ് വാര്യർ അയക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം കൃത്യമായി ഈ BJPയെ തുറന്നെതിർക്കേണ്ടിയൊക്കെ വരും. പക്ഷേ പോയതിൻ്റെ ഞാനിതാ കോൺഗ്രസിലേക്ക് പോകുന്നു, സ്വീകരണ വേദിയിലെത്തുമ്പോൾ തന്നെ BJPയെയും സംഘത്തെയും സംഘ ആശയങ്ങളെയും ഒക്കെ പാട്ടം തള്ളിക്കൊണ്ട് അങ്ങനെ ഒരു സംവിധാനം തന്നെ രാജ്യത്തിന് മോശമാണ് എന്നൊക്കെ പറയാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മൗനമായിരിക്കാമായിരുന്നു. അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല. ഞാൻ കോൺഗ്രസിലെത്തിയത് എൻ്റെ ചില സാഹചര്യങ്ങൾ മൂലമാണ്, ഞാൻ ഇനി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘത്തെ തള്ളിപ്പറയാതിരിക്കാനെങ്കിലും സന്ദീപ് വാര്യർ ശ്രമിക്കേണ്ടതായിരുന്നു. ഈ പറഞ്ഞതുപോലെ പ്രശാന്ത് ശിവൻ പറഞ്ഞതിൻ്റെ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വന്നാൽ, ഏതൊക്കെ സുഡാപ്പികളുടെ എവിടെയൊക്കെ നക്കിക്കൊടുത്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇവിടെ എത്തിയത് എന്നൊരു ചോദ്യമാണ് പ്രശാന്ത് ശിവൻ ചോദിച്ചത്. അത് റിലവൻ്റ് ആയ ഒരു ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, ഒരു പ്രമുഖനായ നേതാവ് 2 ദിവസമായി അദ്ദേഹത്തിൻ്റെ നാട്ടിലില്ലായിരുന്നു. എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പാലക്കാട്ടാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: 2 ദിവസമായി എന്നെ കാണാതെ എവിടെ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാനൊരു മിഷന് വേണ്ടി വന്നതാണ്, ആ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരോടൊപ്പമുള്ളൊരു ഫോട്ടോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആള് നല്ല അസൽ കോൺഗ്രസ് ആണോ സുഡാപ്പിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കോൺഗ്രസ്സുകാരനാണ്
എന്ന് അദ്ദേഹം പറയുന്നു, കോൺഗ്രസ്സുകാരും പറയുന്നു. പക്ഷേ ഈ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോയതിൽ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും സുഡാപ്പി നേതാക്കന്മാരും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. എങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് ഇവരോടൊക്കെ കൈ കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് ആദ്യം മുതലേ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടൊരു കാര്യമാണിത്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തെ, ഇതുവരെ എതിർത്തുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഒറ്റയടിക്കുകൊണ്ട് മഹാവിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെ പ്രിയങ്കാ ഗണ്ഡി എന്നും രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗണ്ഡി എന്നും വിളിച്ചുകൊണ്ടിരുന്നവർ ഇനി മുതൽ പ്രിയങ്കാ ഗാന്ധി എന്നും മഹാത്മാഗാന്ധി എന്നും വരെ രാഹുൽ ഗാന്ധിയെ വിളിക്കേണ്ട ഗതികേടിലേക്ക് സന്ദീപ് വാര്യർ പോയി എന്നുള്ളത് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കെ സുരേന്ദ്രനോ BJPയുടെ സംസ്ഥാനത്തെ ഇപ്പോൾ ഭരിക്കുന്ന നേതാക്കന്മാരൊന്നുമല്ല BJPയോ സംഘമോ എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ കളികൾ, ഇവരുടെയൊക്കെ ഗ്രൂപ്പ് കളികൾ കേന്ദ്രത്തിന് മനസ്സിലാവുകയും ഇതൊക്കെ തട്ടിമാറ്റി ഇവരെയൊക്കെ മുകൾത്തട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് എത്ര കാലമായി ഇവർ അടിച്ചമർത്തുന്നു. എന്നിട്ട് ശോഭ പാർട്ടി വിട്ടോ? ശോഭ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ? അവർ പ്രതികരിക്കുന്നത് മറ്റുള്ള ആളുകൾക്കെതിരെയാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ സന്ദീപ് വാര്യർ പോയിട്ട് അട്ടപ്പട്ടലം ഒരു കുഴിയിൽ ചെന്ന് ചാടുക, ആ കുഴിയിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ ഇതുവരെ താൻ തിന്നുകൊണ്ടിരുന്നതെല്ലാം അമേധ്യമായിരുന്നു എന്ന് പറയുക. അതിനപ്പുറത്തേക്ക് എന്തൊരു അദ്ദേഹത്തെ നേരത്തെ ധന്യയോട് ഞാൻ പറഞ്ഞ വാക്ക്, ധന്യ ആവർത്തിച്ച വാക്ക് ആത്മവഞ്ചന. അതല്ലാതെ ഇതിനെന്താണ് പറയാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം സുഡാപ്പികളുടെ ഫണ്ട് ഇതിലേക്ക് ഒഴുകിയിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം കൊട്ടപ്പനക്കൽ തറവാട്ടിലെത്തിയിട്ടുണ്ട്. പാണക്കാട് കൊട്ടപ്പനക്കൽ തറവാട് മതേതരത്വത്തിന് വെല്ലുവിളിയാണെന്നോ അല്ലെങ്കിൽ മതേതരത്വത്തിനെതിരാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗും കൂടിയാണ്. മാറാട് കലാപത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതരത്വ പ്രസ്ഥാനമല്ലെന്നും വർഗീയ പ്രസ്ഥാനമാണെന്നും വരെ BJP RSS നേതാക്കന്മാർക്ക് അഭിപ്രായമുണ്ട്. അല്ലാതെ അത് നല്ല ശ്രീധരൻപിള്ളയെ പോലുള്ള ചില നേതാക്കന്മാർ എതിർത്ത് പറഞ്ഞേക്കാം. പക്ഷേ എങ്കിൽ പോലും ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ സുഡാപ്പികളെ പോലെയോ ജമാഅത്തിനെ പോലെയോ അല്ല എന്നുള്ളതുമാണ് ഇവരുടെ ഒരു അഭിപ്രായം. ആ മുസ്ലിം ലീഗിൻ്റെയൊക്കെ യൂത്ത് ലീഗിൻ്റെയൊക്കെ ആ ആളുകളിലേക്കൊക്കെ ചെന്നുകൊണ്ട് ചിരിച്ച് കയറി കെട്ടിപ്പിടിക്കുന്ന സന്ദീപിനെ കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും കാഴ്ചകൾ പ്രശാന്ത് ശിവൻ പറഞ്ഞതുപോലെ കാഴ്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാലം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രസ്ഥാനത്തിനും വേണ്ടി തമ്മിലടിച്ച് വെട്ടിമരിക്കുന്ന അണികൾക്കിടയിൽ നിന്ന് ട്രെൻഡ് മാറിയിരിക്കുന്നു. കാരണം നേതാക്കന്മാർ തന്നെ അഴിമതിക്കാരാകുമ്പോൾ ആർക്കും എവിടേക്കും പോകാവുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. പഴയകാല ആശയങ്ങളൊന്നും ഒരു പാർട്ടിയിലും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ പോസിറ്റീവായി കാണുന്നു. ഇനിയെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നല്ല ആളുകളെ തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കാൻ ഈ അടിമകൾ തയ്യാറാകുമല്ലോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇക്കാര്യത്തിൽ. എനിക്ക് എന്താ പറയാനുള്ളത്? അല്ല, അത് തീർച്ചയാണ്. ഇനിയെങ്കിലും നല്ല ആളുകളെ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കാൻ ഇവർക്ക് കഴിയട്ടെ. BJPയിലെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകേട് തന്നെയാണ് പലരും ഇപ്പോൾ ചിലർ പ്രസ്ഥാനത്തെ സ്നേഹിച്ചവർ പ്രസ്ഥാനം വിട്ടു പോവാതെ ഒതുങ്ങിക്കഴിയുന്നു. പ്രസ്ഥാനത്തെ സ്വന്തം അവനവനെ സ്നേഹിച്ച പ്രസ്ഥാനത്തെ സ്നേഹിക്കാത്തവർ ഇതുപോലെ പ്രസ്ഥാനം വിട്ട് ഇതുവരെ വിമർശിച്ച ഒരു പാർട്ടിയിൽ ഇതുവരെ ആ പാർട്ടിയെ ഏതറ്റം വരെ തരം താഴ്ത്താൻ കഴിയുമോ അത്രയും തരം താഴ്ത്തിയ ഒരു പാർട്ടിയിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് ചെന്ന് കയറാൻ സന്ദീപ് വാര്യരെ പോലെയും ചിലരുണ്ട് എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥ അണികളോടാണ് പ്രസ്ഥാനം എന്ന് പറയുന്നതും പാർട്ടി എന്ന് പറയുന്നതും ഇങ്ങനെയാണ്. നിങ്ങൾ RSSനെ കണ്ടുകൊണ്ട് ഒരിക്കലും BJPയിലേക്ക് കയറി ചെല്ലരുത്. RSS എന്ന് പറയുന്നത് അടുക്കും ചിട്ടയുമുള്ള കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്ത് അടിത്തട്ടിൽ നിന്ന് പണി പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. RSSൽ എല്ലാവരും ഒന്നാണ്. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല, അവിടെ അടിച്ചമർത്തലുകളില്ല, തരം താഴ്ത്തലുകളില്ല, അവിടെ അടിമകളില്ല. എല്ലാവരെയും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ മറ്റൊരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. ആ RSSൽ വളർന്ന ഒരാൾക്കൊരിക്കലും RSSനെ നെഞ്ചോട് ചേർത്ത് RSS ചോരയിൽ അലിഞ്ഞു പോയ ഒരു സംഘപ്രവർത്തകനും ഒരു സംഘപുത്രിക്കും ഒരിക്കലും RSSനെ തള്ളിപ്പറയാൻ കഴിയില്ല, സംഘത്തെ തള്ളിപ്പറയാൻ കഴിയില്ല. അവർ സ്നേഹിക്കുന്നത് വ്യക്തികളെ അല്ല, പ്രസ്ഥാനത്തെയാണ്. പ്രസ്ഥാനത്തെ അവഹേളിച്ചുകൊണ്ട് ആർക്കും ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ വന്ന നേതാക്കളൊക്കെ ഈ അടിത്തട്ടിൽ നിന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി വരെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പീഡനങ്ങളും പ്രശ്നങ്ങളും, ഗുജറാത്ത് കലാപം വന്നപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തള്ളിപ്പറഞ്ഞ ആളാണ് മോദി. ഒരുപാട് പ്രശ്നങ്ങൾ മോദിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ. ആ മോദി അവിടെ പിടിച്ചു നിന്നത് മോദി അല്ല വലുത്, മോദിക്ക് വലുത് മോദിയുടെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ, ഏതറ്റം വരെയും താഴാൻ, ഏതറ്റം വരെയും
താഴ്ന്നു നിൽക്കാൻ താൻ ഭൂമിയോളം താഴാൻ തയ്യാറാണ് എന്ന് കാണിച്ചു കൊടുത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കീഴിൽ നിന്ന് വന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രവർത്തിച്ചവർക്ക്, വാജ്പേയിയെ പോലെയുള്ളവർക്കൊക്കെ ഒപ്പം പ്രസ്ഥാനത്തിനെ വളർത്തി വന്ന ഒരാൾ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം വളർന്നു വന്ന ഒരാൾ പെട്ടെന്ന് കോൺഗ്രസ്സുകാരനായെങ്കിൽ നിങ്ങൾ RSSനോട്, BJPയോടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ സംഘത്തോട് കാണിച്ചത് ആത്മവഞ്ചന തന്നെയാണ്. നിങ്ങളെപ്പോലൊരു ചതിയനെ, സന്ദീപ് വാര്യർ നിങ്ങളെപ്പോലൊരു ചതിയനെ RSS ചുമന്നത് തന്നെ അവരുടെ കഴിവുകേടെന്ന് മാത്രമേ ഞാൻ പറയൂ.